ക്യൂബയും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ശീതയുദ്ധകാലത്തെ ശത്രുതയെയും നയതന്ത്ര പ്രതിസന്ധികളെയും വീണ്ടും സജീവമാക്കുന്ന ഒരു പുതിയ പോർമുഖം തുറക്കപ്പെട്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ക്യൂബൻ വ്യോമാതിർത്തി ലംഘിച്ച് രണ്ട് വിമാനങ്ങൾ വെടിവെച്ചിട്ട സംഭവത്തിൽ ക്യൂബയുടെ മുൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയ്ക്കെതിരെ അമേരിക്ക ഔദ്യോഗികമായി കുറ്റപത്രം സമർപ്പിച്ചതാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ദീർഘകാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഉഭയകക്ഷി തർക്കം കേവലം ഒരു നിയമ നടപടി എന്നതിലുപരി കരീബിയൻ മേഖലയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ പോന്ന ഒരു നീക്കമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്കയുടെ ഈ അപ്രതീക്ഷിത നീക്കത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് ക്യൂബൻ ഭരണകൂടവും അവിടുത്തെ പ്രമുഖ നേതാക്കളും പ്രതികരിച്ചിരിക്കുന്നത്. പ്രമുഖ മുൻ ക്യൂബൻ ചാരനായിരുന്ന റെനെ ഗോൺസാലസ് അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയതോടെ വിഷയം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു. വാഷിംഗ്ടണിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് തരത്തിലുള്ള വിദേശ ഇടപെടലുകളെയും സൈനിക അധിനിവേശ ശ്രമങ്ങളെയും നേരിടാൻ ക്യൂബ പൂർണ്ണ സജ്ജമാണെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഭൂതകാലത്തെ ഒരു സംഭവത്തെ മുൻനിർത്തി ക്യൂബയുടെ പരമാധികാരത്തിന്മേൽ കൈവയ്ക്കാൻ അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന വിമാനാക്രമണത്തെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് വെറുമൊരു നിയമ പോരാട്ടമല്ലെന്ന് ക്യൂബ വ്യക്തമാക്കുന്നു. ഈ പഴയ കേസിനെ ഒരു മറയാക്കിക്കൊണ്ട് ക്യൂബയ്ക്കെതിരെ ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള സൈനിക അധിനിവേശത്തിനോ അല്ലെങ്കിൽ കടുത്ത ഉപരോധങ്ങൾക്കോ ഉള്ള മുൻകൂർ ഒരുക്കമായാണ് റെനെ ഗോൺസാലസ് ഇതിനെ കാണുന്നത്. ഒരു പരമാധികാര രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലും സുരക്ഷാ തീരുമാനങ്ങളിലും വിദേശ ശക്തികൾ ഇടപെടാൻ ശ്രമിച്ചാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ദ്വീപ് രാഷ്ട്രത്തിലെ ജനങ്ങളും സൈന്യവും ഒരുപോലെ തയ്യാറാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഈ നയതന്ത്ര യുദ്ധത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ക്യൂബൻ വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ച് രണ്ട് അമേരിക്കൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടതുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമാണ്. അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നതും കാസ്ട്രോ വിരുദ്ധ നിലപാടുകൾ പുലർത്തിയിരുന്നതുമായ ഒരു സംഘടനയുടെ വിമാനങ്ങളാണ് അന്ന് ക്യൂബൻ വ്യോമസേന തകർത്തത്. തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിരുന്നതിനാലും വ്യോമാതിർത്തി ലംഘിച്ചതിനാലുമാണ് അന്ന് അത്തരമൊരു കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വന്നതെന്നാണ് ക്യൂബൻ അധികൃതർ എക്കാലത്തും വാദിക്കുന്നത്. എന്നാൽ നിരായുധരായ പൗരന്മാർക്ക് നേരെയുള്ള ക്രൂരമായ ആക്രമണമായാണ് അമേരിക്ക ഇതിനെ ചിത്രീകരിച്ചത്. അന്ന് ക്യൂബൻ സായുധ സേനയുടെ തലവൻ എന്ന നിലയിലും പിന്നീട് രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും നിർണായക ചുമതലകൾ വഹിച്ചിരുന്ന വ്യക്തിയാണ് റൗൾ കാസ്ട്രോ. വിമാനങ്ങൾ വെടിവെച്ചിടാനുള്ള അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചതിൽ റൗൾ കാസ്ട്രോയ്ക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് അമേരിക്കൻ പ്രോസിക്യൂട്ടർമാർ ഇപ്പോൾ ആരോപിക്കുന്നത്. പ്രായം ചെന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ചരിത്ര പുരുഷനെതിരെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നത് ക്യൂബൻ ജനതയെ പ്രകോപിപ്പിക്കാനും രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് തള്ളിവിടാനുമുള്ള തന്ത്രമാണെന്നാണ് ഹവാന വിശ്വസിക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ റെനെ ഗോൺസാലസിനെ പോലുള്ള ഒരു വ്യക്തിയുടെ പ്രതികരണത്തിന് ക്യൂബൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കയിൽ വർഷങ്ങളോളം തടവ് ശിക്ഷ അനുഭവിച്ച ക്യൂബൻ 5 എന്നറിയപ്പെടുന്ന 5 പ്രമുഖ ക്യൂബൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് അദ്ദേഹം. അമേരിക്കൻ മണ്ണിലിരുന്ന് ക്യൂബയ്ക്കെതിരെ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളെ നിരീക്ഷിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഭരണകൂടത്തിന്റെ സാമ്രാജ്യത്വ താല്പര്യങ്ങളെയും അവരുടെ തന്ത്രങ്ങളെയും കുറിച്ച് കൃത്യമായ ധാരണയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. തങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കുന്ന കാര്യത്തിൽ ക്യൂബ ഒട്ടും പിന്നോട്ടില്ലെന്നാണ് ഗോൺസാലസ് വ്യക്തമാക്കുന്നത്. ചരിത്രപരമായി നോക്കിയാൽ പിക്സ് ഉൾക്കടൽ അധിനിവേശം മുതൽ ഒട്ടനവധി പ്രതിസന്ധികളെയും അമേരിക്കൻ ഉപരോധങ്ങളെയും അതിജീവിച്ച പാരമ്പര്യമാണ് ക്യൂബയ്ക്കുള്ളത്. എത്ര വലിയ സാമ്രാജ്യത്വ ശക്തിയും ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാലും സ്വന്തം മണ്ണ് കാത്തു സൂക്ഷിക്കാൻ ക്യൂബൻ ജനത രക്തം ചിന്താനും തയ്യാറാകുമെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത്. അമേരിക്കയുടെ സൈനിക ആക്രമണ സാധ്യതകളെ രാജ്യം ഒട്ടും നിസ്സാരമായി കാണുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അമേരിക്കയുടെ ഈ പുതിയ നിയമ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരിൽ ഒരു വിഭാഗം കരുതുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തിൽ മറ്റൊരു പരമാധികാര രാജ്യത്തിന്റെ അന്നത്തെ ഭരണാധികാരിക്കെതിരെ ആഭ്യന്തര കോടതി വഴി കുറ്റപത്രം പുറപ്പെടുവിക്കുന്നത് നയതന്ത്ര മര്യാദകൾക്ക് നിരക്കാത്തതാണ്.
ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു മോശം കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും അമേരിക്ക തങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിദേശ നേതാക്കളെ വേട്ടയാടാൻ തങ്ങളുടെ നിയമവ്യവസ്ഥയെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ആരോപണമുണ്ട്. അമേരിക്കയ്ക്കുള്ളിലെ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ച് ഫ്ലോറിഡ പോലുള്ള സംസ്ഥാനങ്ങളിലെ വലിയൊരു വിഭാഗം വരുന്ന ക്യൂബൻ കുടിയേറ്റ വോട്ടർമാരെ പ്രീണിപ്പിക്കാൻ അമേരിക്കൻ ഭരണകൂടങ്ങൾ എപ്പോഴും കാസ്ട്രോ വിരുദ്ധ നിലപാടുകൾ കടുപ്പിക്കാറുണ്ട്. റൗൾ കാസ്ട്രോയ്ക്കെതിരെയുള്ള കുറ്റപത്രം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ ചർച്ചകളിലും കടുത്ത ക്യൂബൻ വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കാൻ നിലവിലെ ഭരണകൂടത്തെ സഹായിച്ചേക്കാം. എന്നാൽ ഇത് രണ്ട് രാജ്യങ്ങൾക്കുമിടയിലെ സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള സാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. മറുവശത്ത് ക്യൂബ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ദീർഘകാലമായി തുടരുന്ന US ഉപരോധങ്ങളും ആഗോള സാമ്പത്തിക വ്യതിയാനങ്ങളും രാജ്യത്തെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ രാജ്യത്തിന് നേരെ ഉയരുന്ന സൈനിക ഭീഷണികൾ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുമെന്ന് ഭരണകൂടത്തിന് അറിയാം. എങ്കിലും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയുടെയും ആത്മാഭിമാനത്തിന്റെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ലെന്ന ഉറച്ച നിലപാടിലാണ് അവിടുത്തെ നേതൃത്വം. ക്യൂബയുടെ ഈ പ്രതിരോധ സന്നദ്ധതയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിൽ അവർക്കുള്ള ചില സഖ്യങ്ങളുടെ ബലം കൂടിയുണ്ട്. റഷ്യ, ചൈന, വെനസ്വേല തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളുമായി ക്യൂബയ്ക്ക് അടുത്ത തന്ത്രപരമായ ബന്ധമാണുള്ളത്. അമേരിക്ക തങ്ങൾക്കെതിരെ സൈനിക നീക്കത്തിന് മുതിർന്നാൽ ഈ ആഗോള ശക്തികളുടെ പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്ന ആത്മവിശ്വാസവും ക്യൂബയ്ക്കുണ്ട്. ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ അമേരിക്കൻ അപ്രമാദിത്വത്തെ ചെറുക്കാൻ ഈ രാജ്യങ്ങൾ എപ്പോഴും ക്യൂബയെ ഒരു മുൻനിര പ്രതിരോധ കോട്ടയായാണ് കാണുന്നത്. വാഷിംഗ്ടണും ഹവാനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നത് കരീബിയൻ മേഖലയിലാകെ അശാന്തി പടർത്താൻ കാരണമാകും. ഒബാമ ഭരണകൂടത്തിന്റെ കാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനും ഉപരോധങ്ങളിൽ ചില ഇളവുകൾ വരുത്താനും ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന ഭരണകൂടങ്ങൾ ആ നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും വീണ്ടും കടുത്ത നിലപാടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. റൗൾ കാസ്ട്രോയ്ക്ക് നേരെയുള്ള പുതിയ നീക്കം ആ സമാധാന ശ്രമങ്ങൾക്ക് മേൽ വീണ ആണിപ്പലകയായി മാറിയിരിക്കുകയാണ്. റെനെ ഗോൺസാലസിന്റെ പ്രസ്താവനയിലൂടെ ക്യൂബ ലോകത്തോട് വിളിച്ചു പറയുന്നത് തങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ ഭയന്ന് പിന്മാറുകയുമില്ല എന്നാണ്. അമേരിക്ക ഈ കുറ്റപത്രത്തെ വെറുമൊരു നിയമപരമായ ചടങ്ങായി കാണാതെ അതിനെ ഒരു അധിനിവേശത്തിനുള്ള കാരണമായി മാറ്റാൻ ശ്രമിച്ചാൽ കരീബിയൻ കടലിൽ മറ്റൊരു വൻ യുദ്ധത്തിന് അത് വഴിവെക്കും. ലോകം മറ്റൊരു വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ വാഷിംഗ്ടണിന്റെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് നയതന്ത്ര ലോകം ഉറ്റുനോക്കുന്നത്.